കൊച്ചിയിലെ വേസ്റ്റ് കൊച്ചിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. കേരളത്തിലെ വേസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ സ്ഥലത്തിന്റെ പരിമിതമായിട്ടുള്ള പ്രശ്നമാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. നമ്മൾ പഞ്ചായത്തുകളൊക്കെ നോക്കുന്ന സമയത്ത് 1000 സ്ക്വയർ ഫീറ്റ് 1200 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു പഞ്ചായത്തിലുണ്ടാവുക. അത് 21 വാർഡ് 20 വാർഡൊക്കെ ഉള്ളത്. കോർപ്പറേഷനിലേക്ക് പോകുമ്പം അത് 60, 70, 100 വരെ പോകുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിലും അങ്ങനെ തന്നെ. അപ്പോൾ ഈ 1000 സ്ക്വയർ ഫീറ്റും 1500 സ്ക്വയർ ഫീറ്റും വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം മിനിമം ഞങ്ങളുടെ ഒരു R&D പ്രകാരം അതൊരു 5000 സ്ക്വയർ ഫീറ്റിന്റെ മേലെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ സെഗ്രിഗേഷൻ നടക്കില്ല, സ്റ്റോറേജ് ബുദ്ധിമുട്ടായിരിക്കും, ഡിസ്പോസലിന് പോകുമ്പം അത് എല്ലാം ബുദ്ധിമുട്ടാണ്. തമിഴ്നാട്ടിനെ സംബന്ധിച്ച് കേരളവും തമിഴ്നാടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ ലാൻഡ് കിടക്കണം. ഇഷ്ടംപോലെ ലാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് സ്റ്റോർ ചെയ്യാനും സെഗ്രിഗേഷനും എല്ലാം ഫെസിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞതുപോലെ വളരെ ലിമിറ്റഡ് സ്പേസിൽ വെച്ചുകൊണ്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഈസി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഗവൺമെൻറ്റിനാണെങ്കിലും അത് റിസ്ക് കുറവാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. കൊച്ചിയിലെ വേസ്റ്റ് കൊച്ചിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് ഒരു സ്റ്റേറ്റിലെ വേസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല, മറ്റു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ഇത്ര കിലോമീറ്റർ പരിധിയിൽ തന്നെ അത് സംസ്കരിക്കണം എന്നാണ് അതിൻ്റെ ലോ പറയുന്നത്. പക്ഷെ അതൊന്നും നമുക്കിവിടെ പാലിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. കാരണം ഈ പറഞ്ഞ സ്ഥലപരിമിതമാണ്. കൊച്ചിയിലെ വേസ്റ്റ് ശരിക്കും കൊച്ചിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്താ വെച്ചാൽ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരിക. ആ ടെക്നോളജി മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് ലിമിറ്റഡ് ഏരിയയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നൂതൻ ടെക്നോളജി ചൈനയിൽ നിന്നുള്ള ചൈനൻ ടെക്നോളജി, ജപ്പാൻ ടെക്നോളജി ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും.